ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഉച്ചകോടികൾ, അടച്ചിട്ട മുറികളിലെ ഗൗരവമേറിയ ചർച്ചകൾ, രാഷ്ട്രബന്ധങ്ങളുടെ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന വമ്പൻ കരാറുകൾ. നയതന്ത്രമെന്നാൽ ഇതാണെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യയുടെ നയതന്ത്രം മേൽപ്പറഞ്ഞ വേദികളെല്ലാം വിട്ടിറങ്ങിയിരിക്കുന്നു. അതിപ്പോൾ സഞ്ചരിക്കുന്നത് അത്യാഡംബര കാറുകളുടെ പിൻസീറ്റുകളിലാണ്. സാധാരണഗതിയിൽ ലോക നേതാക്കൾ സഞ്ചരിക്കുന്നത് തങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പതിവ് തെറ്റിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ മുതൽ ജോർദാൻ രാജകുമാരൻ വരെ ലോക നേതാക്കൾക്കൊപ്പം അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുന്നു. ചിലർ അദ്ദേഹത്തിനു വേണ്ടി ഡ്രൈവർമാരാകുന്നു. മറ്റു ചിലർക്കൊപ്പം അദ്ദേഹം പിൻസീറ്റിലിരുന്ന് തന്ത്രപ്രധാനമായ ചർച്ചകൾ നടത്തുന്നു. ഇതിനെ കാർ ഡിപ്ലോമസി എന്ന് ലോകം വിളിക്കുന്നു. എന്താണ് ഈ കാർ യാത്രകളുടെ യഥാർത്ഥ ലക്ഷ്യം? സുരക്ഷാ നിയമങ്ങളുടെ പ്രോട്ടോക്കോളുകൾ ലംഘിച്ചുകൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ യാത്രകൾ ഇന്ത്യയുടെ വിദേശ നയത്തെ എങ്ങനെയാണ് മാറ്റിവരയ്ക്കുന്നത്? വരൂ നമുക്ക് പരിശോധിക്കാം. 2025 ഡിസംബർ, പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും നടുവിൽ നിൽക്കുമ്പോഴാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നത്. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തലവനെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ പോകാറില്ല. എന്നാൽ മോദി അവിടെ എത്തി. അത്ഭുതം അവിടെ അവസാനിച്ചില്ല. അവർ ഇരുവരും കയറിയത് പുടിൻ്റെ ഔദ്യോഗിക ഓറസ് ലിമൂസിനിലേക്കല്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലുണ്ടായിരുന്ന ഒരു വെളുത്ത ഫോർച്യൂണറിൻ്റെ പിൻസീറ്റിലേക്കാണ്. ഇതൊരു തുടർച്ചയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ടിയാൻജിനിൽ നടന്ന SCO ഉച്ചകോടിയിലും ഇതേ കാഴ്ച ലോകം കണ്ടു. അന്ന് പുടിൻ പറഞ്ഞു, ആ കാർ യാത്ര സൗഹൃദത്തിൻ്റെ അടയാളമാണ് എന്ന്. എന്നാൽ നയതന്ത്ര വിദഗ്ധർ ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. കാറിൻ്റെ അടച്ചിട്ട മുറിയിൽ സഹായികളോ ഉദ്യോഗസ്ഥരോ ഇല്ലാതെ രണ്ട് നേതാക്കൾ സംസാരിക്കുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് കേവലം സൗഹൃദമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന ചില നിർണായക തീരുമാനങ്ങളാണ്. ഈ രണ്ട് ലോക നേതാക്കളെ സംബന്ധിച്ച് ഒരു കാർ റൈഡ് എന്നത് വളരെ പേഴ്സണലായ ഒന്നാണ്. അവിടെ ഔദ്യോഗിക ഫയലുകളില്ല, റെക്കോർഡുകളില്ല. യുക്രൈൻ യുദ്ധം, എണ്ണ വ്യാപാരം, ആയുധ കരാർ തുടങ്ങി അതീവ രഹസ്യമായ കാര്യങ്ങൾ ഒരു തുറന്ന ചർച്ചാവേദിയിൽ സംസാരിക്കുന്നതിനേക്കാൾ ഫലപ്രദമായി ആ 10 മിനിറ്റ് യാത്രയിൽ അവർക്ക് സംസാരിക്കാൻ കഴിയും. ഇതിലൂടെ പാശ്ചാത്യ ലോകത്തിന് മോദി നൽകിയ സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ ബന്ധം ഔപചാരികതകൾക്കും അപ്പുറമാണ്. റഷ്യയുമായി മാത്രമല്ല, പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും ഈ കാർ നയതന്ത്രം നമ്മൾ കണ്ടു. ജോർദാനിൽ കിരീടാവകാശി അൽ ഹുസൈനും എത്യോപ്യയിൽ പ്രധാനമന്ത്രി അബി അഹമ്മദും മോദിക്കായി സാരഥികളായി. ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു നേതാവിനായി വണ്ടി ഓടിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അത് അവർ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രകടനമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണ്. ഒരു വശത്ത് പുടിനൊപ്പം, മറുവശത്ത് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സിനൊപ്പവും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിനൊപ്പവും മോദി കാർ യാത്രകൾ നടത്തി. ഇതിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഞങ്ങൾ ചേരിചേരാത്തവരല്ല, മറിച്ച് എല്ലാവരുമായും ബന്ധമുള്ളവരാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് കാർ? എന്തുകൊണ്ട് ഒരു ഡിന്നർ ടേബിളോ മീറ്റിംഗ് റൂമോ ഇവർ തിരഞ്ഞെടുക്കുന്നില്ല? ഇതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് സ്വകാര്യതയാണ്. അവർക്കിടയിൽ മൂന്നാമതൊരാൾ സംഭാഷണത്തിനില്ലാത്തത് ഇതിന് പിൻബലമേകുന്നു. മറ്റൊന്ന് അനൗപചാരികതയാണ്. കോട്ടും സൂട്ടും ധരിച്ചുള്ള ഔദ്യോഗിക ചർച്ചകളിലെ പിരിമുറുക്കം ഇവിടെ ഇല്ലാത്തത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നു. അവസാനമുള്ളത് ദൃശ്യഭാഷയാണ്. ഒരേ ദിശയിലേക്ക് ഒരേ വാഹനത്തിൽ സഞ്ചരിക്കുന്നു എന്നത് ഞങ്ങൾ ഒരേ പാതയിലാണ് എന്നതിൻ്റെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രതീകമാണ്. മോദിയുടെ ഈ ശൈലി അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളിൽ ഊന്നിയുള്ളതാണ്. ജയ്പൂരിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പമുള്ള റോഡ് ഷോ തന്നെ ഇതിനുദാഹരണം. അത് ജനങ്ങളുമായുള്ള ബന്ധം കാണിക്കാനായിരുന്നുവെങ്കിൽ പുടിനൊപ്പമുള്ള യാത്ര അത് രാജ്യത്തിൻ്റെ കരുത്തിനെ കാണിക്കാനായിരുന്നു. മോദിയുടെ ഓരോ കാർ യാത്രയ്ക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. കാലം മാറുകയാണ്. പണ്ട് നയതന്ത്രം എന്നത് ഒപ്പുവെക്കുന്ന കരാറുകളിലായിരുന്നു ഒതുങ്ങിയിരുന്നത്. എന്നാൽ ഇന്നത് വ്യക്തിബന്ധങ്ങളിലൂടെയും ഇത്തരം അനൗപചാരിക നിമിഷങ്ങളിലൂടെയും പുതിയ തലങ്ങൾ തേടുകയാണ്. നരേന്ദ്രമോദിയുടെ ഈ കാർ നയതന്ത്രം വെറുമൊരു യാത്രയല്ല, അത് വളരുന്ന ഇന്ത്യയുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. ലോകത്തിലെ ഏത് വമ്പൻ ശക്തിക്കൊപ്പവും ഒരേ വാഹനത്തിൽ ഒരേ തലത്തിൽ യാത്ര ചെയ്യാൻ ഇന്ത്യക്കിന്ന് കെൽപ്പുണ്ട്. ചുരുക്കത്തിൽ, സ്റ്റിയറിംഗ് ആരുടെ കയ്യിലായാലും ഇന്ത്യയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്: ലോകത്തിൻ്റെ മുൻ സീറ്റിൽ തന്നെ ഇരിക്കുക. ജയ് ഹിന്ദ്.
ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9645757127 അല്ലെങ്കിൽ 9947590027.